Hey guys, welcome back to my YouTube channel. So നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പെഡിക്യൂർ വീഡിയോ കണ്ടാലോ. സോ ഫസ്റ്റ് തന്നെ എൻ്റെ കാൽ അത്യാവശ്യം നന്നായിട്ട് കറുത്ത് കരുവാളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡീറ്റാൻ പാക്കാണ്. അപ്പോൾ ഡീറ്റാൻ പാക്ക് ഇട്ടിട്ട് ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് വരെ റെസ്റ്റിലിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കാലിലുള്ള നെയിൽ പോളിഷൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ള നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ കാലിലുള്ള നഖത്തിൻ്റെ ഷേപ്പ് ഒന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുകയാണ്. ലൈക്ക് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. ഓവൽ ഷേപ്പ് ആണെങ്കിൽ ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സോ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഓവൽ ഷേപ്പാണ്. ബിക്കോസ് ഓവൽ ഷേപ്പ് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. സോ ദാറ്റ് ഞാൻ ചൂസ് ചെയ്തത് ഓവൽ ഷേപ്പാണ്. അപ്പോൾ എൻ്റെ കാലിലുള്ള നഖം നല്ല രീതിക്ക് ഷാർപ്പൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഓവൽ ഷേപ്പിലോട്ട് ഓൾമോസ്റ്റ് എല്ലാ നഖത്തിനെയും കൊണ്ടുവരികയാണ്. ബിക്കോസ് പല നഖവും പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് പ്രോപ്പർ ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ബിക്കോസ് ഞാനൊരു നെയിൽസ് ഒന്നും അങ്ങനെ ടേക്ക് കെയർ ചെയ്യാത്തൊരു പേഴ്സൺ ആയതുകൊണ്ട് ഏതൊക്കെ നഖം ഏതൊക്കെ ഷേപ്പിലിരുന്നാലും എങ്ങനെ വേണോ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എൻ്റെ നഖത്തിനെയെല്ലാം ഒരേ ഷേപ്പിൽ കൊണ്ടുവരാൻ ഇത്തിരി പാടായിരുന്നു. ബിക്കോസ് പലതും പല ദിശയിലോട്ട് വളർന്ന് ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, സോ ഓരോ നഖവും പ്രോപ്പറായിട്ട് ഓവൽ ഷേപ്പിലേക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഷേപ്പൊക്കെ ആക്കിയതിന് ശേഷം എക്സ്ട്രാ ഉള്ള എക്സസ് ആയിട്ടുള്ള നഖമൊക്കെ ഒരേ ഷേപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വളർന്നിരുന്ന നഖങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ നഖത്തിലെല്ലാം ഒരു ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ചൂടുവെള്ളമാണ്. സോ അത്യാവശ്യം നമ്മുടെ കാലിന് ബിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചൂട് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് നമ്മുടെ കാലിലുള്ള അഴുക്കൊക്കെ കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ എൻ്റെ കാല് ഞാൻ ഏകദേശം ഈ കളറായിട്ട് ലൈറ്റ് കത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. സോ സാറ്റിസ്ഫൈയിങ് ആണത്. അതിനുശേഷം നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യാനുള്ള സ്ക്രബ് ഇവിടെ പ്രിപ്പയർ ചെയ്യുവാണ്. ഓൾറെഡി എൻ്റെ കാല് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമ്മുടെ ഈ ഒരു ക്യൂട്ടിക്കിളൊക്കെ റിമൂവ് ചെയ്യാൻ അത് നമ്മളെ ഭയങ്കര രീതിക്ക് ഹെൽപ്പ് ചെയ്യും. സോ എൻ്റെ കാലിൽ അത്യാവശ്യം നന്നായിട്ട് ഡേർട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഓരോ നഖത്തിൻ്റെ ഇടയിലും ഒരുപാട് പണി എടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് അത്രയധികം ഡേർട്സും ക്യൂട്ടിക്കിൾസും അതുപോലെ തന്നെ ആ എൻഡിലുള്ള ഭാഗത്ത് കൂടുതൽ ഡേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ നല്ല പണിയുണ്ട് ഗൈസ്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പാദങ്ങൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. ബിക്കോസ് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പർ കെയർ കൊടുത്താലേ അത്രയും നല്ല ക്ലീൻ ആയിട്ടും നല്ല അട്രാക്റ്റീവായിട്ടും നമ്മുടെ കൈകാലുകൾ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിക്ക് പണിയാണ്. ബിക്കോസ് എൻ്റെ 2 കാലുകളും ഇപ്പോൾ അത്യാവശ്യത്തിന് ഡേർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേർട്ടായി ഇരിക്കുവാണ്. മാത്രമല്ല അത് നല്ല രീതിക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നഖത്തിനൊക്കെ തന്നെയാണ് അത് പണി കിട്ടുന്നത്. സോ ദാറ്റ് എൻ്റെ എല്ലാ നഖത്തിലുമുള്ള ഓരോ കുഞ്ഞു ക്യൂട്ടിക്കിൾസ് വരെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ടൂൾസ്. അത്ര വേദനയൊന്നും കാണത്തില്ല, പക്ഷേ എങ്കിലും നല്ല രീതിക്ക് ഡേർട്ട് പോകാൻ വേണ്ടി ഈ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ നെയിൽസും ഒരേ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. ബിക്കോസ് ഓരോന്നും ഓരോ ഷേപ്പിൽ വളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നോക്കി മാത്രമേ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സോ ദാറ്റ് ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഓരോ നെയിൽസും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ ഒരേ പ്രോപ്പർ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം നമ്മുടെ കാലിന് നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ഡീറ്റാൻ പാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വെറുതെ അത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതല്ല, ഒന്ന് ജസ്റ്റ് മസാജ് കൂടെ ചെയ്താണ് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രബ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കാല് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ കാല് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചത് കൊണ്ട് തന്നെ ആ സോക്ക് ചെയ്ത് വെക്കുന്ന സമയം നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള പോർസ് ഒക്കെ ഓപ്പണായി കിട്ടും. സോ ദാറ്റ് നമുക്ക് നല്ല രീതിക്ക് ഡേർട്സും കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു സ്ക്രബ്ബർ
യൂസ് ചെയ്ത് നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യുകയാണ്. അത്യാവശ്യം എൻ്റെ കാലിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ ഈ ഒപ്പൂറ്റി ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഡെഡ് സ്കിൻ സെൽസ് ഉണ്ട്. അപ്പോൾ പെഡിക്യൂർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലിലുള്ള ആ ലൈൻസ് ഒന്നും മാറത്തില്ല. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കണ്ടിന്യൂസ്ലി വന്നാൽ മാത്രമേ മാറത്തുള്ളൂ. പക്ഷേ എങ്കിലും ഡെഡ് സ്കിൻ സെൽസ്, കാലിലുള്ള എല്ലാ സ്കിൻ സെൽസും ഡെഡ് സ്കിൻ സെൽസും റിമൂവ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. സോ എൻ്റെ രണ്ട് കാലിലും നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം കാല് അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുവാണ്. അത്രയ്ക്ക് ചൂടൊന്നുമില്ല, നമുക്ക് കാലിൽ ബെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയും ചൂട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു ടവൽ യൂസ് ചെയ്ത് കാല് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുവാണ്. ഇനി റിമൈനിങ് ആയിട്ട് ഏതെങ്കിലും കാലിലൊക്കെ ക്യൂട്ടിക്കിൾസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട ടൈമാണ്. സോ അങ്ങനെ എൻ്റെ കാലിലുള്ള എക്സ്ട്രാ ക്യൂട്ടിക്കിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നല്ല രീതിക്ക് രണ്ട് കാലിലും ഇവിടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. സോ പാക്ക് അപ്ലൈ ചെയ്തു. അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തുള്ള എല്ലാ ഡെഡ് സ്കിൻ സെൽസും നല്ല രീതിക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിന് ശേഷം നമ്മുടെ കാലിൻ്റെ അടിഭാഗം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് സോഫ്റ്റ് ആകും. മാത്രമല്ല നല്ല പട്ട് മെത്ത പോലെ അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് കുഞ്ഞു പിള്ളേരുടെ സ്കിൻ പോലെ നമ്മുടെ കാലിൻ്റെ അടിഭാഗം ഇരിക്കും. അതിനുശേഷം നമ്മുടെ പാക്ക് ഒന്ന് അഗെയിൻ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഒരു ടവൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കാല് ഡ്രൈ ആക്കി എടുക്കുകയാണ്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ മസാജിങ് ആണ്. ഇതൊരു 1.5 പ്രൊസീജിയർ തന്നെയാണ്. ബിക്കോസ് ഏകദേശം ഒരു 20 മിനിറ്റ്സ് വരേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു മസാജിങ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഓരോ പ്രഷർ പോയിൻറ്റ്സും നോക്കി കറക്റ്റായിട്ടുള്ള പ്രോപ്പർ രീതിക്ക് നമ്മുടെ മസാജിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ കാലിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടി കാലുകൾ നല്ല രീതിക്ക് മനോഹരമാകുവാൻ നമ്മളെ ഹെൽപ്പാക്കും. സോ ദാറ്റ് നല്ല രീതിക്ക് ഒരു 20 to 25 മിനിറ്റ്സ് വരേക്കും രണ്ട് കാലിലും നല്ലൊരു മസാജാണ് ഈ സമയത്ത് കൊടുക്കുന്നത്. അങ്ങനെ 20 to 25 മിനിറ്റ്സ് വരേക്കുമുള്ള മസാജിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാലിലുള്ള എക്സ്ട്രാ ക്രീമൊക്കെ ഒന്ന് നെയിൽസിൽ നിന്ന് റിമൂവ് ചെയ്ത് ഫസ്റ്റ് ഒരു പ്രൈമർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പ്രോപ്പർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. ഡാർക്കർ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ സാറ്റിസ്ഫൈങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.